ഹായ് PSC ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു ആൻഡ് സ്റ്റഡി വ്ലോഗ്. ഇന്ന് നവംബർ 1 കേരളപ്പിറവി. എല്ലാവർക്കും കേരളപ്പിറവി ദിന ആശംസകൾ. അപ്പോൾ നമ്മുടെ 80 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൽ ഡേ 20 ആണ് ഇന്നത്തെ എൻ്റെ ടു ഡു ലിസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PYQ ചെയ്യണം, പിന്നെ PSC ബുള്ളറ്റിൻ, തൊഴിൽ വാർത്ത, SCRTയിലെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, മലയാളം ഞാൻ കൂടുതലും PYQs ആണ് നോക്കാറുള്ളത്, പിന്നെ ഹിസ്റ്ററി, യൂറോപ്യന്മാരുടെ വരവ്, ബയോളജി, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, പൊളിറ്റിക്സ്, ഭരണഘടന, നിർമ്മാണ സമിതി. ഈ പറഞ്ഞ ഹിസ്റ്ററി, ബയോളജി, പൊളിറ്റിക്സ് ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്ന ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ടൈം എനിക്ക് അതിന് വേണ്ടിയിട്ട് കളയേണ്ടി വന്നില്ല. കാരണം നമ്മൾ നേരത്തെ റിവൈസ് ചെയ്ത് വെച്ച പോർഷൻസ് ഒന്നും കൂടി എടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ കൂടുതൽ പേരും ചോദിക്കുന്ന ഡൗട്ട്സ് എന്നല്ല, ബിഗിനേഴ്സിനുണ്ടാകുന്ന കുറേ അധികം സംശയങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ പഠിക്കണമെന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. PYQ മസ്റ്റായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ റിവിഷൻ എല്ലാവർക്കും മടിയുള്ള കാര്യമാണ്. പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുന്നത്, ഞാനും ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മുടെ മാർക്കും കൂടത്തുള്ളൂ, കട്ട് ഓഫും കടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പഠിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ 2 മന്ത്സായിട്ട് ഞാൻ PSC ബുള്ളറ്റിൻ വായിച്ച് നോക്കാറുണ്ട്. അതിനകത്ത് കറണ്ട് അഫേഴ്സൊക്കെ കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. PSC ബുള്ളറ്റിൻ ഞാൻ വായിക്കുന്നത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്, അവിടെ നിന്നാണ്. 2 മന്ത്സിൽ ഞാൻ വായിച്ചു. അതിനകത്ത് കുറച്ചധികം പോർഷൻസ് നമുക്ക് കെമിസ്ട്രി ആയാലും മാത്സ് ഒക്കെ ആയാലും ഒത്തിരി വർക്കൗട്ട് ചെയ്യാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ എന്തുകൊണ്ടും അത് നല്ലതാണെന്നേ പറയത്തുള്ളൂ. പിന്നെന്താ, മോർണിംഗ് ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ഈവനിങ് 5 മണി വരെ പഠിച്ചു. അപ്പം കുറച്ച് ദിവസമായി ഞാൻ അത്രയും ലോങ്ങായിട്ട് ഇരുന്നിട്ട്, അതുകൊണ്ട് തന്നെ ഒത്തിരി ഡിസ്ട്രാക്ഷൻസും ഉണ്ടായിരുന്നു. അത്രേ പഠിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, നല്ല പ്രോപ്പറായിട്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുറേ ടൈം വേസ്റ്റ് ചെയ്ത് പഠിക്കുന്നതിനേക്കാട്ടും നല്ലത് പഠിക്കുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണെങ്കിൽ പോലും വൃത്തിയിലും ക്ലാരിറ്റി ആയിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു സബ്സ്ക്രൈബ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ. ബൈ ബൈ ഗൈസ്.